ഞാൻ ഡോക്ടർ സ്വീറ്റി ജോബിൻ, ഡയറക്ടർ ആൻഡ് റിസർച്ചർ, ഡയാഹിൽ സെന്റർ ഫോർ ഡയബറ്റിക്സ് ആൻഡ് വെയിറ്റ് ലോസ് മാനേജ്മെന്റ്. ഞങ്ങളുടെ 15 ഇയേഴ്സ് റിസർച്ചിന്റെ ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസിന്റെ അനുഭവത്തിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്ത ഒരു സ്റ്റാർട്ടപ്പാണ് ഡയാഹിൽ. ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിന്റെ, റിസർച്ചേഴ്സിന്റെ, ഡയറ്റീഷ്യന്മാരുടെ സപ്പോർട്ടോടെയാണ് ഞങ്ങൾക്ക് ഇനി ഇത് തുടങ്ങാൻ സാധിച്ചത്. ഞങ്ങളുടെ ഇതിന്റെ ഉദ്ദേശലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഡയബറ്റിക് കോംപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാം, അതുപോലെ ഡയബറ്റിക് കോംപ്ലിക്കേഷനായ കരിയാത്ത മുറിവുള്ള ഒരാൾക്ക് എങ്ങനെ മുറിവ് കരിച്ച് നമുക്ക് ആംപ്യൂട്ടേഷൻ ഒഴിവാക്കാം, അതുപോലെ ചെറിയ ആംപ്യൂട്ടേഷൻ നടന്ന ഒരാൾക്ക് അത് മുറിവ് കരിച്ച് സെക്കൻഡറി ആംപ്യൂട്ടേഷൻ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതുപോലെ വേരിക്കോസ് വെയിൻ നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, വേരിക്കോസ് അൾസർ വരാതെ നമുക്ക് എങ്ങനെ അതിനെ പ്രിവെന്റ് ചെയ്യാം. അതുപോലെ ഞങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത് എ ക്വാളിറ്റി ലൈഫ് ഫോർ ഡയബറ്റിക് പേഷ്യന്റ് ആണ്. ഞങ്ങളുടെ മോട്ടോ ഹെൽത്തി ലൈഫ് ഹെൽത്തി ലൈഫ്. ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് പാക്കേജ് എന്ന് പറയുന്നത് കൌൺസിലിംഗ്, ഏറ്റവും പ്രധാനപ്പെട്ട കൌൺസിലിംഗ് ആണ്. അതായത് കാല് കരിയാത്ത മുറിവുള്ള ഒരാള് എന്റെ കാല് മുറിക്കണമോ എന്നുള്ള ഒരു ഡിപ്രഷന് വരുന്ന ഒരാൾക്ക് ആ മനസ്സിന് ഒരു കോൺഫിഡൻസ് കൊടുക്കുവാൻ ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. നമുക്ക് ഇതിന്റെ റൂട്ട് കോസ് മാറ്റി അതിനെ ഈസി ആയിട്ട് നമുക്ക് കരിക്കാൻ പറ്റും. അത് കേസ് സ്റ്റഡികളിലൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു പോസിറ്റീവ് മൈൻഡ് അവരുടെ മുറിവ് കരിയുന്നതിന് ഒത്തിരി സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ. ഡയറ്റിന് വളരെ പ്രധാന സ്ഥാനമുണ്ട്. കാരണം നമ്മൾ പൊതുവെ ഡയബറ്റിക് പേഷ്യൻസ് ഫൈബർ റിച്ച്, ലോ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഷുഗർ ആണ് പറയുന്നത്. അതുപോലെ പ്രോട്ടീൻ ഡയറ്റ് നമ്മൾ കൂടുതലായിട്ട് കഴിക്കാൻ പറയും. അപ്പൊ അങ്ങനെ ഒരു പേഷ്യൻസിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അവർക്ക് ചിലപ്പം അലർജി ഉള്ളതായിരിക്കും. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്ക് കാലിന് ചൊറിച്ചിലും അതുപോലെ മുറിവുള്ള ഒരാൾക്ക് അതിന്റെ ഇൻഫെക്ഷൻ കൂട്ടുന്നതിനുമൊക്കെ കാരണമാണ്. അപ്പൊ നമ്മൾ ഇവരുടെ അലർജിയുള്ള ഭക്ഷണ പദാർത്ഥം ഏതാണെന്ന് മനസ്സിലാക്കി അത് അവോയ്ഡ് ചെയ്ത് അതനുസരിച്ചുള്ളൊരു ഡയറ്റ് പ്ലാൻ കൊടുക്കുന്നു. അതുപോലെ തന്നെ വേരിക്കോസ് ഉള്ളവർക്കും നമ്മൾ ലോ പ്രോട്ടീൻ ഡയറ്റ് ആണ് പറയുന്നത്. അതുപോലെ സർക്കുലേഷൻ കുറഞ്ഞ ഒരാൾക്ക്, അതുപോലെ മുറിവ് കരിയുന്നതിന് അവർക്ക് HB കുറവാണെങ്കിൽ അതിന് ഒത്തിരി താമസം വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആക്കുന്നതിനുള്ള ഡയറ്റും അതുപോലെ തന്നെ ചില ന്യൂട്രീഷൻസ്, വൈറ്റമിൻസിന്റെ കുറവുണ്ട്, അതിനുള്ള ന്യൂട്രീഷൻ സപ്ലിമെന്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ അടുത്തതാണ് എക്സസൈസ് ആൻഡ് യോഗ. ഇപ്പൊ കാലെ മുറിവുള്ള ഒരാൾക്ക് വലിയ എക്സസൈസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഡയബറ്റിക് ഉള്ള ഒരാൾക്ക് അതിന്റെ കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ, കാലിലെ ന്യൂറോപ്പതി വരാതെ അങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എക്സസൈസുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ മസാജുകൾ. പൊതുവെ മുറിവുള്ള ഒരാൾക്ക് നമ്മൾ യോഗയിലെ പ്രാണായാമയാണ് നമ്മൾ ചെയ്യാൻ അവര് ഇത് പറയാറുള്ളത്. യോഗയുടെ പ്രാണായാമം വഴി അവർക്ക് ശരീരത്തിലെ ഓക്സിജൻ ലെവൽ കൂട്ടുന്നതിനും അതുപോലെ ജനറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതിനും ഒക്കെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സിംഗ് ആണ്. ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ചില പേഷ്യൻസ് നമുക്ക് സാധാ ഡ്രസ്സിംഗ് മതിയായിരിക്കും. എന്നാൽ ചില പേഷ്യൻസിൽ നമ്മൾ സ്പെഷ്യൽ ഡ്രസ്സിംഗ് നൽകാറുണ്ട്. അതായത് വലിയ അൾസർ ആകുകയും അതുപോലെ എലിമിനേഷൻ അത് കൂടുതലുള്ളവർക്കും നമുക്ക് സ്പെഷ്യൽ ഡ്രസ്സിംഗ് ആണ് നൽകുന്നത്. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് വേരിക്കോസ് കൂടി ഉള്ളതാണെങ്കിൽ അവരുടെ മുറിവിൽ നിന്നുള്ള എലിമിനേഷൻ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ വാക്കം ഡ്രസ്സിംഗ് പറയാറുണ്ട്. വാക്കം ഡ്രസ്സിംഗ് ചെയ്യുമ്പോൾ ഇവർക്ക് എലിമിനേഷൻ, അതായത് അതിന്റെ അതുള്ള പസിനൊക്കെ പെട്ടെന്ന് വലിച്ചു കളയാനും അതുപോലെ തന്നെ പെട്ടെന്ന് മുറിവ് കരിയുന്നതിന്, ആൻജിയോജെനിസിസ് നടന്ന പെട്ടെന്ന് മുറിവ് കരിയുന്നതിനും സഹായിക്കാറുണ്ട്. നമുക്കറിയാം ഇന്ന് കേരളം ഡയബറ്റിക്സിന്റെ ക്യാപിറ്റൽ ആയിരിക്കുകയാണ്. ഓരോ ദിവസവും ചെല്ലും തോറും പേഷ്യൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ ഡയബറ്റിക് വന്ന് 10-15 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത് വാസ്കുലർ സിസ്റ്റത്തെ അഫക്ട് ചെയ്ത് കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് 2-3 വർഷത്തിനുള്ളിൽ തന്നെ അത് നമ്മുടെ വാസ്കുലർ സിസ്റ്റത്തെ അഫക്ട് ചെയ്യുകയും അതിന്റെ കോംപ്ലിക്കേഷനിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ പാൻക്രിയാസ് ഇൻസുലിന്റെ ഉത്പാദനം കുറയുന്നതുകൊണ്ടുള്ള ഒരു ഡിസീസ് എന്ന് കരുതിയിരുന്നെങ്കിൽ ഇന്ന് അതൊരു മെറ്റാബോളിക് ഡിസീസ് ആയിട്ട് മാറിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഒരു പ്രധാന കാരണമാണ്. നമ്മുടെ ഇൻടേക്ക് ഓഫ് ഫുഡ് വളരെ കൂടുതലും എക്സസൈസ് നമുക്ക് വളരെ കുറവുമാണ്. ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകുന്നുണ്ട്. അതുപോലെ ഓരോ ദിവസം ചെല്ലും തോറും നമ്മൾ എടുക്കുന്ന ഇൻസുലിന്റെ അളവ് കൂടിക്കൊണ്ടുവരിക ഷുഗർ പേഷ്യൻസിൽ. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പേഷ്യൻസിൽ സർക്കുലേഷൻ കുറഞ്ഞ് അവരുടെ വാസ്കുലർ സിസ്റ്റത്തെ അഫക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ഇൻസുലിന്റെ ഡിസ്ട്രിബ്യൂഷനും കുറയുന്നു. അതുകൊണ്ട് ഓരോ ദിവസം ചെല്ലുമ്പോൾ അതിന്റെ അളവ് നമ്മൾ കൂടുതലായിട്ട് എടുക്കേണ്ടി വരുന്നു. നമ്മുടെ ഡയാഹീലിന്റെ ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രിവെന്റ് ഡയബറ്റിക് കോംപ്ലിക്കേഷൻ ആണ്. പ്രധാനമായും എങ്ങനെ നമ്മുടെ കാലുകൾ ആരോഗ്യകരമായി നിലനിർത്താം. ഒരു ഡയബറ്റിക് കോംപ്ലിക്കേഷന്റെ ഒരു പ്രധാന പ്രശ്നമാണ് കാലുകളിൽ ഉണ്ടാകുന്ന കരിയാത്ത മുറിവും അത് നയിക്കുന്ന ആംപ്യൂട്ടേഷനും. ശരീരം ഈ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ
അതിനെ പ്രിവെന്റ് ചെയ്യുന്നുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ നമുക്ക് ഈ കോംപ്ലിക്കേഷൻ ഈസി ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. നമുക്കറിയാം ഇതിന്റെ റൂട്ട് കോസ് എന്ന് പറയുന്ന കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണ്. ഹാർട്ടിൽ നിന്നും ഏറ്റവും അകന്ന സ്ഥലമായ കാലിന്റെ വിരലിലും ഉപ്പൂറ്റിയിലും സർക്കുലേഷൻ കുറഞ്ഞ് അവിടെ കറുപ്പായി, അതുപോലെ തന്നെ സർക്കുലേഷൻ കുറഞ്ഞ് ന്യൂറോപ്പതി വന്ന് തൊട്ടാൽ അറിയാതെ, അത് ചെരുപ്പൂരി പോയാൽ അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അവിടെ ചെറിയൊരു മുറിവാകുന്നു, അവിടെ ഇൻഫെക്ഷനായി അത് കരിയാത്ത മുറിവായി മാറുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യമേ ബ്ലോക്ക് ഉണ്ടാകുന്ന കാലിന്റെ തള്ളവിരലിലും ഉപ്പൂറ്റിയിലുമുള്ള ചെറിയ ചെറിയ ക്യാപ്പിലറുകളിൽ ബ്ലോക്ക് ഉണ്ടാവുകയും ഓരോ സെല്ലിനും വേണ്ട ഓക്സിജനും ന്യൂട്രീഷനും എത്താതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ ആൻജിയോജെനിസിസ് നടക്കാതെ വരികയും മുറിവ് കരിയാതെ വരികയാണ് നടക്കുന്നത്. അപ്പൊ ഇതിന്റെ റൂട്ട് കോസ് നമ്മൾ കണ്ടുപിടിച്ച് അത് സർക്കുലേഷൻ കറക്റ്റ് ആക്കുന്നതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിയുമ്പോൾ കാലിന് ആ മുറിവ് വേഗം കരിയുന്നു, അതുപോലെ നമുക്കറിയാം സെൻസേഷൻ തിരിച്ചു കിട്ടുന്നു, കാലിലെ കറുപ്പ് നിറം മാറുന്നു. അങ്ങനെ ഇന്റേണൽ ഹീലിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇന്റേണൽ ഹീലിംഗ് നടന്ന് മുറിവ് കരിയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സെക്കൻഡറി ഇൻഫെക്ഷനിലേക്ക് പോകുന്നില്ല. അല്ലാതെ ഇത് മുറിവ് കരിയുമ്പോൾ സാധാരണ നമുക്കറിയാം ഒരു വിരലിൽ ഒരു ഇൻഫെക്ഷൻ വന്ന് ആ വിരൽ മുറിച്ചു മാറ്റിയാൽ അടുത്ത വിരലിലേക്ക് അത് വരുന്നു. അതുപോലെ ഒരു മുറിവ് ഒരു സ്ഥലത്ത് കരിഞ്ഞാൽ ആ സ്ഥലം മാറി അടുത്ത സ്ഥലത്തേക്ക് വരുന്നു. കാലിൽ പൊതുവെ ഒരു കറുപ്പ് നിറം കാണും. അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായാണ് കരിയുന്നെങ്കിൽ സെക്കൻഡറി ഇൻഫെക്ഷനിലേക്ക് പോകാതെ ആ മുറിവ് കരിഞ്ഞ് അതുപോലെ തന്നെ അവരുടെ ജനറൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓക്സിജൻ ലെവൽ ശരീരത്തിൽ കൂടി വരുന്നുണ്ട്. ഒരു ക്വാളിറ്റി ആയിട്ട് ഒരു ലൈഫാണ് ഡയബറ്റിക് പേഷ്യൻസിന് കിട്ടുന്നത്. നമ്മുടെ ഈ ട്രീറ്റ്മെന്റ് വഴി നമുക്ക് തൗസൻഡ്സ് ഓഫ് പേഷ്യൻസിനെ ആംബ്യൂട്ടേഷനിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അവരുടെയൊക്കെ ഒരു റിവ്യൂവും അവരുടെയൊക്കെ പ്രോത്സാഹനവുമാണ് ഞങ്ങൾക്ക് ഈ ഡയാഹിൽ എന്ന സെന്റർ തുടങ്ങുന്നതിന് ഞങ്ങൾക്ക് പ്രചോദനമായത്.